നമസ്കാരം. സ്മൃതി മുദ്രകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയക്കാർക്കിടയിലെ സാംസ്കാരിക പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകർക്കിടയിലെ രാഷ്ട്രീയക്കാരൻ, ഈ രണ്ട് വിശേഷങ്ങളും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇന്നത്തെ അതിഥി മറ്റാരുമല്ല, ശ്രീ എം എ ബേബി. ശ്രീ എം എ ബേബിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു സ്മൃതി മുദ്രകളിലേക്ക്. സർ, സ്വാഗതം. ബേബി ചേച്ചി, നമസ്കാരം. സ്മൃതി മുദ്രകളിലേക്ക് സ്വാഗതം. നമ്മൾ ഓർമ്മകളിലേക്ക് സാറിനെയും മാഡത്തിനെയും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഈ പ്രോഗ്രാം. സർ, പിതാവ് ശ്രീ പി എം അലക്സാണ്ടർ, കൊല്ലത്തിലെ അന്നത്തെ കാലത്ത് ഡിഗ്രി ഹോൾഡേഴ്സിൽ ഒരാൾ, ഹെഡ് മാസ്റ്റർ, ആദർശവാൻ. ഒരുപാട് കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ വായിച്ചും അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛനെക്കുറിച്ച് പറയാതെ തന്നെ നമ്മളെങ്കിൽ ഒരു ഷോ സാറിൻ്റെ ഓർമ്മകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറവായിട്ട് കാണുന്നു. അതുകൊണ്ട് സാറിൻ്റെ ബാല്യം, അച്ഛനുമായിട്ടുള്ള സാറിൻ്റെ റിലേഷൻഷിപ്പ്, അന്നത്തെ ഇത് ഒന്ന് പറഞ്ഞു തുടങ്ങാം സാർ. അപ്പച്ചൻ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. മക്കളുമായിട്ട് ഉള്ള സ്നേഹം കൂടുതൽ ഒതുക്കി വെക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. ഇടയ്ക്ക് ശാസിക്കുകയും എൻ്റെ ചട്ടമ്പിത്തരത്തിന് ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്. ഇളയ കുട്ടിയായിരുന്നു സാർ. ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു. അതിൻ്റെ വാത്സല്യവും ആ വാത്സല്യം ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചു. കുസൃതിക്കാരനായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പച്ചൻ വിദ്യാഭ്യാസത്തോടുള്ള ഒരു സമീപനം ഈ കുട്ടിക്കാലത്ത് 1-ാം ക്ലാസ്സിൽ തന്നെ എന്നെ സ്കൂളിൽ ചേർത്തിരുന്നില്ല. അപ്പച്ചൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. വിദ്യാഭ്യാസ രംഗവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ടാവണം ചെറുപ്രായത്തിൽ എന്നെ കളിച്ച് നടക്കാൻ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എന്നെ 3-ാം ക്ലാസ്സിലാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. ലാറ്ററൽ എൻട്രിയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പച്ചൻ പല സ്കൂളിൽ അധ്യാപകനായിട്ട് സഞ്ചരിക്കുന്നതിനൊപ്പം ആ ജീവിതത്തിൽ സഞ്ചരിക്കുകയും പല ഭൂപ്രദേശങ്ങൾ കാണുകയും പിന്നെ ചേട്ടന്മാർ പഠിക്കുമ്പം അവർ പഠിക്കുന്നത് കേട്ടിട്ട് അത് പലതും ഞാൻ അന്നത്തെ പഠിക്കാനുള്ള കവിതകളുമൊക്കെ കാണാപ്പാടം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വെട്ടം വീണ കിഴക്കൻ ദിക്കിൽ കുട്ടിക്കതിരവൻ ഉയരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ്. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പം ആദ്യത്തെ 2 വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പലതും ആ സമയത്ത് പഠിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ശാസ്ത്രീയ സംഗീതത്തിലുള്ള താല്പര്യമാണ്. പക്ഷേ ഒരു പ്രത്യേക വൈശിഷ്ട്യം സ്വഭാവ സവിശേഷത എന്ന് പറയാവുന്നത് സ്വകാര്യമായി ഭൂമി വാങ്ങിക്കുക, വീട് വെക്കുക, മറ്റതിൻ്റെ ആവശ്യങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും, ഉദാഹരണത്തിന് പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു റേഡിയോ വാങ്ങിച്ച് വീട്ടിൽ വെക്കാം. പക്ഷേ അതും പുള്ളി ചെയ്തിട്ടില്ല. അതിനൊന്നും പുള്ളി പൈസ മുടക്കത്തില്ല. ഒരു മാസം കിട്ടുന്ന ശമ്പളം ആ മാസം ചിലവാക്കി തീർക്കും. അങ്ങനെയുള്ളൊരു സമ്പ്രദായമാണ്. അപ്പോൾ പാട്ട് കേൾക്കാൻ അയലത്തെ വീടുകളിലേക്കാണ് പോവുക, റേഡിയോ ഉള്ള കൂട്ടുകാരുടെ വീടുകളിലേക്ക് പോകും. അപ്പം കൂടെ പോകാനായിട്ട് എന്നെയാണ് എപ്പോഴും വിളിക്കാറുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ അത്രയും സമയം എനിക്ക് അപ്പച്ചൻ്റെ കൂടെ ഈ അയലത്ത് വീട്ടിലിരുന്ന് ശമ്മാങ്കുടിയുടെയും ചെമ്പയുടെയും അരിയക്കുടിയുടെയും ഒക്കെ പാട്ട് കേൾക്കണം. ഇതൊന്നും അറിയാതെ, ഇതാരാ പാടുന്നതെന്നറിയാതെ. അപ്പോൾ ആദ്യം കേൾക്കുമ്പം ശാസ്ത്രീയ സംഗീതം സ്വാഭാവികമായിട്ടും ഒരു കഷായം കുടിക്കുന്ന പോലെ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കഷായം നല്ല പ്രയോജനം ചെയ്യുമെന്ന് പറയുന്ന പോലെ വളർന്നപ്പോഴാണ് ഇത് മഹത്തായ ഒരു സംഗീതമാണെന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഈ സ്വകാര്യ വസ്തുക്കളോട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിപ്രതിപത്തി, അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് സംഭരിച്ച് വെക്കുന്നതിൽ താല്പര്യമില്ലായ്മ, അത് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വളരെ നല്ലൊരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടുമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത്. ബാല്യത്തിൽ കുസൃതി കുട്ടനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നത്തെ സമയം, അന്ന് തൊട്ട് കോളേജ് ലൈഫ് വരെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ സാറ് ആദ്യമായിട്ട് എപ്പോഴാണ് സിനിമ കാണാൻ തുടങ്ങുന്നത്? ഏത് സിനിമയാണ് കണ്ടത്? കൂട്ടമായിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് അച്ഛൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്, മ്യൂസിക്കിനൊക്കെ കൊണ്ടുപോയി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട സിനിമകൾ, അവിടെ ആദ്യം കണ്ട സിനിമ, പിന്നെ അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകൾ. ആദ്യമായിട്ട് കണ്ട സിനിമ എനിക്ക് ഓർമ്മയുള്ളത് പുനലൂർ സ്കൂളിൽ, NSV സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പുനലൂരിലുള്ള ഒരു കൊട്ടക, തായ്ലക്ഷ്മി എന്നോ ആണ്. ഇപ്പോഴും ആ കൊട്ടക അവിടെയുണ്ട്. ഞാൻ അവിടെ പരിപാടിക്ക് പോയപ്പോൾ കാണുകയുണ്ടായി. അവിടെ കണ്ടിട്ടുള്ള പഴയകാല സിനിമ എനിക്ക് തോന്നുന്നു ജ്ഞാനസുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ടെന്ന് തോന്നുന്നു. ആ സിനിമ, അതിൽ AM രാജയെ പോലുള്ളവരൊക്കെയാണ്. ദാസേട്ടനും ഒന്നും അന്ന് പാടി തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. AM രാജയെ പോലുള്ള തെലുങ്കിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ പാടുന്ന പാട്ടുകളാണ്. അങ്ങനെയുള്ള ചില സിനിമകൾ കണ്ടതായിട്ടുള്ള അവ്യക്തമായ ഓർമ്മയാണ് രാത്രി പോയത്. അന്ന് ഓർമ്മ വരുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് സാർ? അന്ന് സാറിന് സ്ട്രൈക്ക് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ സിനിമകൾ കണ്ടപ്പോൾ?
അന്ന് അതൊരു പിന്നെ ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ചോദ്യമാണ്. അന്ന് പാട്ടുകൾ കേൾക്കാൻ ഒന്ന് എന്തെങ്കിലും പരിപാടി നടക്കുമ്പം ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഈ ലോങ് പ്ലേയിങ് റെക്കോർഡ് വെക്കും. അത് കാഞ്ഞാവിള്ളിയിൽ ഞങ്ങൾ വരുമ്പോൾ ഒരു പിന്നെ ഹാരി സൗണ്ടുണ്ട്. യഥാർത്ഥത്തിൽ പാർട്ടി അനുഭാവിയാണ് നടത്തുന്ന ആൾ. അപ്പോൾ അവിടെ SFIയുടെ ഏതോ യോഗം നടത്തിയതിന് 15 രൂപ ഈ മൈക്കുകാരന് അദ്ദേഹത്തിന് കൊടുക്കാൻ ബാക്കി ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ ഞാൻ പലപ്പോഴും പറയും അത് കൊടുക്കുക, അത് വേണ്ട, അത് ബേബിയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പുള്ളി പറയും യോഗം നടത്തുമ്പോൾ. ഈ യോഗം നടത്തുന്ന സ്ഥലത്തു നിന്നാണ് ഈ പാട്ടുകൾ കേൾക്കുക. അന്ന് ആ കാലത്ത് ഏറ്റവും പ്രശസ്തങ്ങളായ അപ്പം പുതിയ സിനിമ ഇറങ്ങി നല്ല പാട്ടുകളുണ്ടെന്ന് കേട്ട് കഴിയുമ്പം ഇവർ വാങ്ങിക്കണം ആ ലോങ് പ്ലേയിങ് റെക്കോർഡ്. ആ റെക്കോർഡ് വാങ്ങി ഏതെങ്കിലും പരിപാടി ഓണാഘോഷമൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സൈക്കിളജ്ഞം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ സൈക്കിളജ്ഞം നടക്കുന്ന സ്ഥലത്ത് ഈ പാട്ടുകൾ വെക്കും ത്രൂ ഔട്ട്. അപ്പോൾ സൈക്കിളജ്ഞം കാണാൻ പോയി നിൽക്കും. പിന്നുള്ളത് ആകാശവാണിയിലെ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. അത് പറയും ഇന്ന സ്ഥലത്ത് നിന്ന ആൾ കുറച്ച്. അപ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇതൊക്കെ എന്തിനാണ് പറയുന്നത്. എന്നിട്ടാണ് ദാസേട്ടൻ്റെ പാട്ട്, അല്ലെങ്കിൽ ജയചന്ദ്രൻ്റെ പാട്ട്, അല്ലെങ്കിൽ AM രാജയുടെ പാട്ട് ഇത് കേൾക്കും. അത് ആ സമയത്ത് അത് കേൾക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മറ്റ് പരിപാടികളൊക്കെ പഠനമോ മറ്റു കാര്യങ്ങളോ മാറ്റിയിട്ട് ആ സമയത്തുണ്ടാവും. അപ്പോൾ ഈ ഓർമ്മയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ചെറിയ ദുഃഖച്ഛവി ഉൾക്കൊള്ളുന്ന ഒരു പാട്ടുണ്ട്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ മാസ്റ്റർ എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം പകർന്ന് ജയചന്ദ്രൻ, P. ജയചന്ദ്രൻ പാടിയ ഒരു പാട്ട്. തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാം സർ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നോ, ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നോ, വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ, ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ.
ശ്രാവണ നിശീധിനി തൻ പൂവനം തളിർത്തു. പാതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു. വിഫലമായ മധുവിധുവാൽ വിരഹശോക സ്മരണകളാൽ അകലയൻ കിനാക്കളുമായി ഞാനിരിക്കുന്നു സഖി, ഞാനിരിക്കുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു.